നമുക്ക് എങ്ങനെയാണ് ക്രോഷ്യ വെച്ച് ചെറി ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് മാജിക് സർക്കിളാണ് ചെയ്യേണ്ടത്. ഒരു മാജിക് സർക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് 1 ചെയിനാണ് ചെയ്യേണ്ടത്. 1 ചെയിൻ ചെയ്തതിന് ശേഷം 6 സിംഗിൾ ക്രോഷ്യ മാജിക് റിങ്ങിൽ ചെയ്യാം. 6 സിംഗിൾ ക്രോഷ്യ. ആറ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് 2 സിംഗിൾ ക്രോഷ്യ വെച്ച് എല്ലാ ചെയിനിലും, അതായത് 12 സിംഗിൾ ക്രോഷ്യയാണ് വരുന്നത്. കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു മാർക്കർ ഇട്ട് കൊടുക്കാം. നമുക്ക് എണ്ണം തെറ്റാതെ നമുക്ക് ചെയ്യാം. കൗണ്ട് ചെയ്ത് തന്നെ ചെയ്തു പോവുക. നമുക്ക് മൊത്തം 12 സിംഗിൾ ക്രോഷ്യേഴ്സാണ് വരേണ്ടത്. ഒരു ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ വെച്ച്. ഈ റൗണ്ട് പൂർത്തിയായതിന് ശേഷം നെക്സ്റ്റ് മൂന്നാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യേഴ്സ്, 1 2 1 2 എന്ന പാറ്റേണിലാണ് ഈ റൗണ്ട് ചെയ്യേണ്ടത്. 1 സിംഗിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ. ഈ പാറ്റേൺ കണ്ടിന്യൂ ആയിട്ട് ഈ മൂന്നാമത്തെ റൗണ്ട് ഫുള്ളും നമുക്ക് ചെയ്തെടുക്കണം. ഫസ്റ്റത്തെ ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഈ മൂന്നാമത്തെ റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. റൗണ്ട് 4, 5, 6 എന്നീ റൗണ്ടുകളിൽ 1 സിംഗിൾ ക്രോഷ്യ വെച്ചാണ് എല്ലാ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ, അതായത് ഒരു റൗണ്ടിൽ 18 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ഉണ്ടാവും. അതായത് 4, 5, 6 റൗണ്ടുകളിൽ ഒരേ റൗണ്ടും ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചസ് എണ്ണി കൗണ്ട് ചെയ്ത് തന്നെ പോവാം. നമുക്ക് പാറ്റേണിൽ തെറ്റൊന്നും വരില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഈ പാറ്റേൺ കിട്ടുകയും ചെയ്യും. നമുക്ക് വൃത്തിയായിട്ട് തന്നെ ക്രോഷ്യ വെച്ചുള്ള ചെറി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് 4, 5, 6 റൗണ്ടുകളിൽ 1 സിംഗിൾ ക്രോഷ്യ എല്ലാ സ്റ്റിച്ചിലും ചെയ്യാം. അങ്ങനെ 18, ഒരു റൗണ്ടിൽ 18 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും. നെക്സ്റ്റ് ഏഴാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ,
രണ്ടാമത്തെ ചെയിനിൽ ഡിക്രീസ് സ്റ്റിച്ചാണ് വരുന്നത്. ഈ റൗണ്ട് ഫുള്ളും വരുന്നത് 1 സിംഗിൾ ക്രോഷേ, ഡിക്രീസ് സ്റ്റിച്ച്, 1 സിംഗിൾ ക്രോഷേ, ഡിക്രീസ് സ്റ്റിച്ച്. അങ്ങനെയാണ് ഈ പാറ്റേൺ പോകുന്നത്. ഡിക്രീസ് സ്റ്റിച്ച് എങ്ങനെയെന്ന് വെച്ചാൽ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, പുള്ളപ്പ് ചെയ്യുക, അടുത്ത സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, പുള്ളപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ആ 3 ലൂപ്പിലും കൂടെ യാൺ ഓവർ ചെയ്യാം. ഇതാണ് ഡിക്രീസ് സ്റ്റിച്ച്. ഈ 7ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് നമുക്ക് ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം. 1 സിംഗിൾ ക്രോഷേ, ഡിക്രീസ് സ്റ്റിച്ച്. ഈ ടൈമിൽ നമുക്ക് കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 8ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഡിക്രീസ്, ഫുള്ളായിട്ടും ഡിക്രീസ് സ്റ്റിച്ചാണ് വരുന്നത്. ഡിക്രീസ് സ്റ്റിച്ച് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ യാൺ ഓവർ, ഫസ്റ്റ് ചെയിനിൽ യാൺ ഓവർ, അടുത്ത് സെക്കൻഡ് ചെയിൻ യാൺ ഓവർ, അതായത് 3 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്യാം. അങ്ങനെ ഈ ഫുള്ള് റൗണ്ട് 8ാമത്തെ റൗണ്ട് ഫുള്ളായിട്ട് ഡിക്രീസ് സ്റ്റിച്ചാണ് വരുന്നത്. പാറ്റേണൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയപ്പോൾ യാൺ നമുക്ക് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു സൂചി എടുത്ത് ഈ യാൺ കോർത്തിട്ട് നമുക്ക് ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൂചി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം. അത് കഴിഞ്ഞ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ റൗണ്ട് ഫുള്ളായിട്ടും ക്ലോസ് ആയി നമുക്ക് കിട്ടും. ഇതുപോലത്തെ ഒരു ചെറിയും കൂടി നമുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു പാറ്റേണിൽ തന്നെ അടുത്തൊരു ചെറിയും കൂടി ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ലീഫിൻ്റെ പാറ്റേൺ ആണ്. ലീഫിൻ്റെ പാറ്റേൺ ചെയ്യാനായിട്ട് 16 ചെയിനുകളാണ് ചെയ്യേണ്ടത്. 16 ചെയിനുകൾ ചെയ്തെടുക്കാം. കൗണ്ട് ചെയ്ത് തന്നെ ചെയിനുകൾ ചെയ്ത് പോകാം. മൊത്തമായിട്ട് 16 ചെയിനുകൾ ചെയ്തെടുക്കാം. പതിനാറ് ചെയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ചെയിൻ വിട്ടിട്ട് രണ്ടാമത്തെ ചെയിനിൽ സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അടുത്ത ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷേ. അടുത്ത ചെയിനിൽ ചെയ്യേണ്ടത് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് അടുത്ത ചെയിനിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചെയിനിൽ ചെയ്യേണ്ടത് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചാണ് ചെയ്യേണ്ടത്. ആ സെയിം ചെയിനിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച്.
നെക്സ്റ്റ് ചെയിനിൽ ചെയ്യേണ്ടത് 1 ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. 1 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചെയിനിൽ ചെയ്യേണ്ടത് 1 ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. 1 ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. അത് കഴിഞ്ഞ് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് അടുത്ത ചെയിനിൽ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നടുക്ക് വന്ന സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ച് വരുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് വരുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആ സെയിം സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ 1 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് നമുക്ക് ചെയ്യാം. അടുത്ത ചെയിനിൽ 1 ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. ലാസ്റ്റത്തെ ചെയിനിൽ 3 സിംഗിൾ ക്രോഷേ ചെയിനാണ് ചെയ്യേണ്ടത്. 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ ചെയ്യേണ്ടത്. അടുത്ത പാറ്റേൺ വരുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ വരുന്നത് ഡബിൾ ക്രോഷേ. പിന്നത്തെ സ്റ്റിച്ചിൽ വരുന്നത് 2 ഡബിൾ ക്രോഷേ. പിന്നത്തെ സ്റ്റിച്ചിൽ വരുന്നത് ഡബിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ വരുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ. പിന്നത്തതിൽ സിംഗിൾ ക്രോഷേ. പിന്നത്തെ ചെയിനിൽ നടുക്കത്തെ ചെയിനിൽ വരുന്നത് സ്ലിപ്പ് സ്റ്റിച്ച്. ഈ സെയിം സ്റ്റിച്ചുകൾ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ കറക്റ്റായിട്ട് ലീഫ് കിട്ടും. അടുത്തത് വരുന്നത് കറക്റ്റ് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് തന്നെ പോവാം. അപ്പോൾ കറക്റ്റായിട്ട് ലീഫിൻ്റെ സ്റ്റിച്ചുകൾ കിട്ടും. സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ചെയിനിൽ വരുന്നതാണ് സിംഗിൾ ചെയിൻ. അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയിൻ. ഹാഫ് ഡബിൾ ക്രോഷേ. അടുത്ത ചെയിനിൽ ഡബിൾ ക്രോഷേ. പിന്നത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. പിന്നത്തെ ചെയിനിൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. പിന്നത്തെ ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. പിന്നത്തേൽ 2 സിംഗിൾ ക്രോഷേ. അത് കഴിഞ്ഞ് വരുന്നത് സ്ലിപ്പ് സ്റ്റിച്ച്. അങ്ങനെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തു പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ മെത്തേഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. കറക്റ്റായി തെറ്റാണ്ട് കൗണ്ട് ചെയ്ത് തന്നെ ഈ സ്റ്റിച്ചുകൾ ചെയ്യാം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ലീഫിൻ്റെ ക്രോഷേ വെച്ച് ചെയ്യാൻ പറ്റും.
ലീഫും ക്രോഷേ വെച്ചുള്ള ചെറിയൊക്കെ ചെയ്തതിന് ശേഷം അത് നമുക്ക് ജോയിൻ ചെയ്യാനുള്ളത് അത് സ്ക്രീനിൽ കാണുന്ന പോലെ ചെയ്യാം. കറക്റ്റായിട്ട് അതുപോലെ തന്നെ കിട്ടും. ക്രോഷേ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്രോഷേ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കുക.